കൊച്ചിയിലേക്ക് പോകാം. എറണാകുളം കോതമംഗലത്തെ 6 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ദുർമന്ത്രവാദം സംശയിച്ച് പോലീസ്. രണ്ടാനമ്മ അനീഷയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ കോതമംഗലം സ്വദേശി നൌഷാദിനെ ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി എബി തോമസ് ആണ് ചേരുന്നത്. എബി, ഈ നൌഷാദ് എങ്ങനെയാണ് ഈ കൊലപാതക ചിത്രത്തിലേക്ക് വരുന്നത്? ലിബീഷ്, ഈ പ്രതിയായിട്ടുള്ള ഈ അനുഷയ്ക്ക് ഈ ദുർമന്ത്രവാദം പോലുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നാട്ടുകാരോട് ചില ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ വെളിച്ചത്തിലൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ നൌഷാദ് അവിടെ ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന നിലയ്ക്കുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പോലീസ് നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് പക്ഷേ നൌഷാദ് കസ്റ്റഡിയിലുണ്ട് എന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നൌഷാദിന് ഇത്തരത്തിൽ ദുർമന്ത്രവാദം പോലുള്ള ചില കാര്യങ്ങളുമായി ബന്ധമുള്ള ഒരാളും കൂടിയാണ്. ഈ കുട്ടിയുടെ രണ്ടാനമ്മ, അതായത് കേസിലെ പ്രതിയായിട്ടുള്ള നിഷ എന്ന അനിഷ, അവർക്ക് ഈ ഇടയ്ക്ക് ബാധ കയറുന്നത് പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ള നിലയിൽ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അജാസ് ഖാൻ ഈ അയൽപക്കത്തുള്ള ആളുകളോട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടി പോലീസിനെ നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പറയുന്ന മൊഴികളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. ഈ പ്രതിയായിട്ടുള്ള ഈ കുട്ടിയുടെ രണ്ടാനമ്മ നിഷ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, മൊഴികളിൽ പലയിടത്തും പൊരുത്തക്കേടുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ ആദ്യം ഈ കുറ്റമേക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടിയുടെ മരണം സ്വാഭാവിക മരണമാണ്, ഒരു തരത്തിലുള്ള മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായും പോലീസിൽ നൽകിയിരുന്ന മൊഴി. തുടർന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരികയും അതിലെ വിവരങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് ഈ കുറ്റം ഇവർ ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയത്. തുടർന്ന് ഈ സംഭവത്തിൽ ഈ കുട്ടിയുടെ പിതാവിന് പങ്കില്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്ന മറ്റൊരു വിവരം. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് വയ്യാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന സമയത്ത് കുട്ടിയുടെ ശരീരം മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഒരുപക്ഷെ ആലുവ റൂറൽ എസ്.പിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൊലപാതകം അതിന് പുറമെ ഇത്തരത്തിൽ ദുർമന്ത്രവാദം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോൾ അതിന് മറ്റൊരു തലത്തിലേക്ക് കൂടിയാണ് ഈ കേസ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ നൌഷാദിനെ പോലീസ് നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ലിബീഷ്, കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുർമന്ത്രവാദം സംശയിക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ നൽകുകയായിരുന്നു എബി തോമസ്.